പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീജനങ്ങൾക്കും കുട്ടികൾക്കും പൊതുവെ പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധിയുമായി എത്തുന്നു ഡോക്ടേഴ്സ് വ്യൂ. ലോകത്തിലെ ആകെയുള്ള മരണങ്ങളിൽ ഏകദേശം 20% ക്യാൻസറുമായി ബന്ധപ്പെട്ട മരണങ്ങളാണ്. വികസിത രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട മരണകാരണം എന്ന് പറഞ്ഞാൽ ഹൃദ്രോഗമാണ്. രണ്ടാമതായിട്ടുള്ള മരണകാരണം ക്യാൻസറുമായി ബന്ധപ്പെട്ടതാണ്. വികസിത രാജ്യങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്ന ക്യാൻസർ ശ്വാസകോശത്തിലെ ക്യാൻസർ, കുടലിലെ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികളിൽ വരുന്ന ക്യാൻസർ, അതുപോലെ കരളിലെ ക്യാൻസർ. ഇന്ത്യയെ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ പ്രധാനമായിട്ട് കാണുന്നത് ഓറൽ ക്യാവിറ്റിയിലെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ലിവർ ക്യാൻസർ, സർവിക്സ് അല്ലെങ്കിൽ ഗർഭാശയ സംബന്ധമായ ക്യാൻസറുകളാണ്. ലോകത്ത് കണ്ടുവരുന്ന വിവിധതരം ക്യാൻസറുകൾ അതിൻ്റെ കാരണങ്ങൾ ഒരു വ്യക്തമായ കാരണം ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ വർഷങ്ങളായിട്ടുള്ള നിരന്തരമായ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പ്രത്യേകതരം കാരണമല്ല, പലതരം നിരന്തരമായ കാരണങ്ങൾ ആണ് ക്യാൻസർ എന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഈ ആകെയുള്ള ക്യാൻസറിൻ്റെ 1/3 ക്യാൻസറും നമ്മുടെ ജീവിത ശൈലിയിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ കൊണ്ട് തടയാൻ കഴിയുമെന്നുള്ളതാണ്. ഈ ജീവിത ശൈലിയിലുണ്ടാകുന്ന മാറ്റങ്ങളെന്നുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ പ്രധാനമായിട്ടും പുകവലി അല്ലെങ്കിൽ ടുബാക്കോയുടെ ഉപയോഗം, അതുപോലെ മദ്യപാനം, അമിതമായ വണ്ണം, അമിത ആഹാരം കൊണ്ടുണ്ടാകുന്ന അമിതമായ വണ്ണം, അതുപോലെ തന്നെ ആയാസമില്ലാത്ത സുഖലോലുപമായ ജീവിത രീതി, പിന്നീട് നമ്മുടെ ആഹാരത്തിലുള്ള ലോ ഫൈബർ ഡയറ്റ് എന്ന് പറയും. അതായത് ആഹാരത്തിലെ നാരുകളുടെ അഭാവം. നാരുകളുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ അത് പച്ചക്കറികളിൽ നിന്നും ഇലക്കറികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ മാറി വരുന്ന സാഹചര്യങ്ങളിൽ നമ്മളുടെ ആഹാര രീതി ഒരു വെസ്റ്റേണൈസേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ വെസ്റ്റേൺ കൺട്രീസിൽ നാരുകളുടെ അഭാവമുള്ള പ്രത്യേകതരം ആഹാരമാണ്. അപ്പോൾ നമ്മൾ ആ സ്റ്റൈലിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ കുടലിലെ ക്യാൻസർ ഇപ്പോൾ അധികമായിട്ട് പഴയതിൽ നിന്ന് അധികമായിട്ട് കണ്ടുവരുന്നുണ്ട്. അൺപ്രൊട്ടക്റ്റഡ് സെക്സ് അഥവാ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ജീവിതം, പിന്നെ എയർ പൊല്യൂഷൻ, അന്തരീക്ഷത്തിലെ മലിനീകരണം, നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് കൊണ്ടും, അതുപോലെ തന്നെ വിവിധതരം ഫാക്ടറികളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന വിസർജ്യ വായു, അതുപോലെ നമ്മുടെ വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു, അതിൽ നിന്ന് ബഹിർഗമിക്കുന്ന പുക, ഇതെല്ലാം തന്നെ അന്തരീക്ഷത്തെ വളരെയധികം മലിനപ്പെടുത്തുന്നു. ഇതൊക്കെ തന്നെ ഈ പറഞ്ഞതുപോലെ 1/3 ക്യാൻസർ ഇത്തരം കാര്യങ്ങൾ നമുക്ക് മാറ്റാവുന്നതാണ് അല്ലെങ്കിൽ പ്രതിരോധിക്കാവുന്നതാണ്, ജീവിതശൈലി കൊണ്ട് മാറ്റം വരുത്താവുന്നതാണ്. എന്നാൽ ചില ക്യാൻസർ ജനറ്റിക് അഥവാ തലമുറകളിലൂടെ നമ്മൾക്ക് കൈവരുന്ന ക്യാൻസറുണ്ട്. അത്തരം കാര്യങ്ങളിൽ നമ്മൾക്ക് കാര്യമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ കഴിയില്ല എങ്കിലും ഇപ്പോൾ അതിനൂതനമായ സംവിധാനങ്ങളിലൂടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും അടുത്ത തലമുറയ്ക്കും വരുന്ന ക്യാൻസറിനെ കണ്ടുപിടിക്കാനും പ്രതിരോധിക്കാനുമുള്ള നൂതന സാങ്കേതിക വിദ്യകളും നമുക്ക് കൈവശമാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത്തരത്തിൽ കുടലിലെ ക്യാൻസർ, സ്തനാർബുദം അല്ലെങ്കിൽ മാറിലെ ക്യാൻസർ, മെലനോമ തുടങ്ങിയ ക്യാൻസറൊക്കെ തലമുറകളിലേക്ക് ജനറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. റെറ്റിനോബ്ലാസ്റ്റോമ എന്ന കണ്ണിലെ ക്യാൻസർ 40% ജനറ്റിക് ട്രാൻസ്ഫർ മുഖേന ഉണ്ടാകുന്നതാണ്. അതുപോലെ 2 മുതൽ 6% വരെ സ്തനാർബുദം രക്തബന്ധമുള്ളവരിൽ കാണപ്പെടുന്നു, അതും ജീൻ വഴി ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. സ്ഥലവും കാലാവസ്ഥയും, മണ്ണിൻ്റെ പ്രത്യേകത, അന്തരീക്ഷത്തിൻ്റെ പ്രത്യേകത, വെള്ളത്തിൻ്റെ പ്രത്യേകത എന്നിവയുടെ ഘടകങ്ങൾ ക്യാൻസറിന് കാരണമാകുന്നു. അതിൽ നിന്ന് ചില ദേശങ്ങളിൽ ചില ക്യാൻസറുകൾ കൂടുതലായി കാണപ്പെടുന്നു. ഉദാഹരണത്തിന് വെള്ളക്കാരിൽ, അതായത് വൈറ്റ്സ് എന്ന് പറയും, അവരിൽ കാണപ്പെടുന്ന പ്രത്യേകതരം ക്യാൻസർ, കൂടുതലായി കാണപ്പെടുന്ന ക്യാൻസറാണ് കോളോൺ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ലങ് ക്യാൻസർ എന്നിവ. ജപ്പാനിൽ ആമാശയ ക്യാൻസർ വളരെയധികം കണ്ടുവരുന്നു. എന്നാൽ ബ്രസ്റ്റ് ക്യാൻസർ വളരെയധികം അപൂർവമാണ്. കറുത്ത വർഗ്ഗക്കാരായ ആഫ്രിക്കക്കാരിൽ
അതുപോലെ തന്നെ ധാരാളം സൂര്യപ്രകാശം ദേഹത്ത് തട്ടുന്ന ആൾക്കാരിലും സ്കിന്നിനെ സംബന്ധിച്ച ക്യാൻസർ ധാരാളമായി കാണപ്പെടുന്നു. അതുപോലെ തന്നെ ചൈനക്കാരിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് നേസോഫെരിഞ്ചൽ ക്യാൻസറാണ്. പിന്നെ ലിംഗത്തിലെ ക്യാൻസർ മുസ്ലിംസിൽ വളരെ കുറവാണ്. കാരണം അവരുടെ മതപരമായ സുന്നത്ത് എന്ന് പറയുന്ന ചടങ്ങുകൊണ്ട് അവർക്ക് അത്തരം ക്യാൻസർ വളരെ അപൂർവമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ സിഗരറ്റ് സ്മോക്കിങ്ങും മദ്യപാനവും ഇത് ക്യാൻസർ ഉണ്ടാക്കുന്നു എന്നുള്ളത് വളരെയധികം വ്യക്തമായിട്ട് തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഇത് രണ്ടും കൂടി ചെയ്യുന്ന ഒരു വ്യക്തിയിൽ സിഗരറ്റ് സ്മോക്കിംഗ് മൂലം വായ്ക്കകത്ത് നിക്കോട്ടിൻ്റെ കണികകൾ, കണ്ണിൽ കാണാൻ പോലും പറ്റാത്ത കണികകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് കഴിഞ്ഞിട്ട് ആൽക്കഹോൾ കഴിക്കുമ്പോൾ ഇത് വാഷ് ചെയ്ത് നേരെ ഈസോഫാഗസിലും ആമാശയത്തിലും എത്തുന്നതുകൊണ്ട് ഇവർക്ക് ഈസോഫാജൽ ക്യാൻസറും ആമാശയത്തിലെ ക്യാൻസറും ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ജോലി സംബന്ധമായി രാസവസ്തുക്കളുമായി ഇടപഴകൽ, ആസ്ബസ്റ്റോസ്, ബെൻസീൻ, ആഴ്സനിക്, നാഫ്താലിൻ എന്നീ രാസവസ്തുക്കളുമായി കൂടുതലായി ഇടപെടേണ്ടി വരുമ്പോൾ അത് ഒക്കുപേഷണൽ ഹസാർഡ്സ് എന്ന് പറയും. അതും ക്യാൻസറിന് കാരണമാകുന്നു. പിന്നെ ആഹാരക്രമത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ ക്യാൻസർ ഉണ്ടാക്കുന്നു. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആഹാരത്തിലെ നാരുകളുടെ അഭാവം അഥവാ പച്ചക്കറികളും ഇലക്കറികളും കുറച്ച് മാത്രം കഴിക്കുന്നവരിലുണ്ടാകുന്ന നാരുകളുടെ അഭാവം കോളോൺ ക്യാൻസർ അഥവാ കുടലിലെ ക്യാൻസർ ഉണ്ടാക്കുന്നു. അതുപോലെ വൈറ്റമിൻ എയുടെ കുറവ്, വൈറ്റമിൻ ഇയുടെ കുറവ് എന്നിവ, അതുപോലെ തന്നെ അമിതമായി ആഹാരം കഴിക്കുക, അമിതമായി മാംസാഹാരം കഴിക്കുക, ഇത്തരം കാര്യങ്ങൾ ക്യാൻസറിന് കാരണമാകുന്നു. നമ്മുടെ വൈറ്റമിൻസ് എ എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്യാൻസറസ് വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. വൈറ്റമിൻ എയും വൈറ്റമിൻ ഇയും പിന്നെ ഫൈറ്റോ ഈസ്ട്രജൻസും ധാരാളമുള്ള ആഹാരം നമ്മുടെ ഒരു സംരക്ഷണം തന്നെ നൽകുന്നു ക്യാൻസറിൽ നിന്ന് എന്ന് പറയാം. ചില അസുഖങ്ങൾ ക്യാൻസറിന് മുന്നോടിയായിട്ട് കാണപ്പെടാറുണ്ട്. ശരീരത്തിലെ ചില അസുഖങ്ങൾ നമ്മളത് ക്യാൻസറിൻ്റെ ഈ ക്യാമ്പുകളിൽ പോവുകയോ അല്ലെങ്കിൽ കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാകുകയോ ചെയ്യുമ്പോൾ ഇത്തരം അസുഖങ്ങൾ കണ്ടുപിടിക്കാനും അതിനെ ചികിത്സിച്ച് മാറ്റുകയും ചെയ്യാമെങ്കിൽ അതുമൂലം ഭാവിയിലുണ്ടാകാവുന്ന ക്യാൻസറിനെ തടസ്സപ്പെടുത്താൻ കഴിയും. ഉദാഹരണത്തിന് ഇതിനെ പറയുന്ന പ്രിഡിസ്പോസിങ് ക്യാൻസർ കണ്ടീഷൻസ് എന്നാണ്. ക്യാൻസറിന് മുന്നോടിയായിട്ട് കാണുന്ന ചില അസുഖങ്ങൾ എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് ആൽക്കഹോളിക് സിറോസിസ് ഉള്ള ഒരാളിന് ഭാവിയിൽ കരളിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ക്രോണിക് ബ്രോങ്കൈറ്റിസ്, നിരന്തരമായ കഫവും ചുമയും, അത് കൃത്യമായിട്ട് ചികിത്സിച്ച് മാറ്റുക എന്നുള്ളതാണ്. വായിലെ മൂർച്ചയേറിയ പല്ലുകൾ നിരന്തരം നാക്കിൽ ഉരസിക്കൊണ്ട് അതിന് ക്യാൻസർ ടങ് അല്ലെങ്കിൽ നാക്കിലെ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഡെൻ്റൽ ഡോക്ടറെ കാണുകയും ആ പല്ലിനെ ഉരച്ച് അതിൻ്റെ മൂർച്ചയുള്ള ഭാഗം ഇല്ലാതാക്കുകയും ചെയ്യുക. നിരന്തരമായി വായിൽ അണുബാധ ഉണ്ടെങ്കിൽ ഓറൽ ക്യാൻസർ ഉണ്ടാക്കാം. വായിലും കവിളിലും പൂപ്പൽ രോഗബാധ പോലെ കാണപ്പെടുന്നെങ്കിൽ അതൊരു പ്രിഡിസ്പോസിങ് കണ്ടീഷനാണ്. അത് ഭാവിയിൽ ക്യാൻസർ ആകാമെന്നുള്ള മനസ്സിലാക്കി അത് ഡോക്ടറെ കാണിച്ച് ചികിത്സിച്ച് ഭേദപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ തന്നെ മാറിടങ്ങളിൽ കാണുന്ന വേദനയില്ലാത്ത മുഴകളും തടിപ്പുകളും അതെല്ലാം ക്യാൻസർ ആകണമെന്നില്ല. എന്നാൽ വർഷങ്ങൾ അതിൽ മാറ്റം വരുത്തി ക്യാൻസർ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ചികിത്സാവിധേയമാകുക. അതുപോലെ മുലക്കണ്ണിലൂടെയുള്ള രക്തം കലർന്ന സ്രവം അത് എപ്പോഴും ക്യാൻസർ ആകണമെന്നില്ല എങ്കിലും അത് മുൻകൂട്ടി കണ്ട് അത് ചികിത്സിച്ച് മാറ്റേണ്ടതാണ്. അപ്പോൾ ഇത്തരം പ്രിഡിസ്പോസിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് സ്ക്രീനിങ് പ്രോഗ്രാമിലൂടെ കണ്ടുപിടിച്ച് മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ കുറച്ച് മെക്കാനിക്കൽ ഇഞ്ചുറീസ് ഉണ്ട്. അതായത് മെക്കാനിക്കലായിട്ട് തന്നെയുള്ള പ്രതിപ്രവർത്തനം കൊണ്ട് ക്യാൻസർ ഉണ്ടാക്കുന്നു. ഉദാഹരണത്തിന് മൂത്രസഞ്ചിയിലെ കല്ല്, പിത്തസഞ്ചിയിലെ കല്ല്, ഇതൊക്കെ മെക്കാനിക്കൽ ഇഞ്ചുറീസ് കോസിങ് ക്യാൻസർ എന്നാണ് പറയുന്നത്. അൾസർ, മാർജോളിൻസ് അൾസർ എന്ന് പറയുന്ന ക്യാൻസർ ഉണ്ടാകുന്നത് എന്തെങ്കിലും ഉണ്ടായിട്ടുള്ള ഒരു ബേൺസിൻ്റെ സ്കാറിൽ നിന്നാണ്. അതൊരു മെക്കാനിക്കൽ കോസായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ബയോളജിക്കൽ സബ്സ്റ്റൻസ്, അതായത് ചില അണുക്കളും വിരകളും, ഉദാഹരണത്തിന് വൈറസ് ചില ക്യാൻസർ ഉണ്ടാക്കുന്നു. ഇതൊക്കെ ഒറ്റയടിക്കല്ല ക്യാൻസർ ഉണ്ടാക്കുന്നത്. നിരന്തരമായ ഈ ഇൻഫെക്ഷൻ ഭാവിയിൽ ക്യാൻസറിലേക്ക് നയിക്കുന്നു. സ്കിസ്റ്റോസോമിയ ഹെമറ്റോബിയം എന്ന് പറയുന്നത് മൂത്രത്തിലും ബ്ലാഡറിലും കാണുന്ന ഒരുതരം വിരകളാണ്. അതുപോലെ ലിവർ ഫ്ലൂക്സ്, ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്ന അണുബാധ സ്റ്റൊമക്കിലുണ്ടാകുന്നതാണ്. ഈ പറഞ്ഞതെല്ലാം ബയോളജിക്കൽ ഏജൻറ്റ്സ് അതിനെല്ലാം ക്യാൻസർ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഇത്രയും പറഞ്ഞ കാരണങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്
നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ ഒരു വലിയ അളവ് വരെ നമുക്ക് ഒരു പരിധി വരെ കുറേ ക്യാൻസറുകളെ പ്രതിരോധിക്കാൻ കഴിയും. അതായത് അമിതമായ വണ്ണം, ആയാസരഹിതമായ ജീവിത രീതി, അമിതമായ അനിമൽ ഫുഡുകളുടെ ഉപയോഗം, അസോഡൈസ് എന്ന് പറയുന്ന ചില മാരകമായ വസ്തുക്കൾ ആഹാരം വളരെ നാൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ആഹാരത്തിന് അട്രാക്ഷനും നിറവും നൽകാൻ കഴിയുന്ന വർണ്ണ വസ്തുക്കളുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാകുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ കൃത്രിമ ആഹാരങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുക, നിറമുള്ള ആഹാരങ്ങളിൽ കഴിക്കാതിരിക്കുക എന്നിവയെല്ലാം ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഗാർബേജ് ഡിസ്പോസൽ, പ്ലാസ്റ്റിക് കത്തിക്കുക. അപ്പോൾ നമ്മൾക്ക് അന്തരീക്ഷത്തിൽ പോളികാർബൺ എന്ന് പറയുന്ന രാസവസ്തു ഉണ്ടാവുകയും അത് ക്യാൻസർ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ പല അസുഖങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കുക, ഉള്ള അസുഖങ്ങളെ സമയത്ത് കണ്ടുപിടിച്ച് ചികിത്സിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള കെമിക്കൽസുമായിട്ടുള്ള കോണ്ടാക്ട്സ്, പിന്നെ അയണൈസിങ് റേഡിയേഷൻ 3 തരത്തിലുണ്ട്. UV റേഡിയേഷൻ അഥവാ അൾട്രാ വയലറ്റ് റേഡിയേഷൻ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അമിതമായ സൂര്യപ്രകാശം ഏൽക്കുന്നത് കൊണ്ടും അൾട്രാ വയലറ്റ് റേഡിയേഷന് സാധ്യതയുള്ള സമയത്ത് വെയിൽ കൊള്ളുന്നതുകൊണ്ടും സ്കിന്നിലെ പല ക്യാൻസറും ഉണ്ടാകുന്നു. പിന്നെ അയണൈസിങ് റേഡിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചികിത്സയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് റേഡിയോ ഐഡി തെറാപ്പിയുടെ ഭാഗമായിട്ടും എക്സ്റേ എടുക്കുമ്പോഴും ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അമിതമായ അത്തരം കാര്യങ്ങളും നമ്മൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ അന്തരീക്ഷ മലിനീകരണം ഇല്ലാതിരിക്കുക, ആരോഗ്യകരമായ ആഹാരം കഴിക്കുക, അമിതമായ വണ്ണം ഒഴിവാക്കുക, സ്മോക്ക്ഡ് ഫുഡ്, അനിമൽ ഫുഡ് വളരെയധികം പൊരിച്ച് ഉപയോഗിക്കുന്നതും അതിലുള്ള മാരകമായ വസ്തുക്കൾ, കെമിക്കൽസ് ഉണ്ടാകുന്നതും ക്യാൻസറിന് കാരണമാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു പരിധിവരെ അന്തരീക്ഷ മലിനീകരണവും ആഹാര രീതികളിലുള്ള മാറ്റവും കൊണ്ട് മാത്രം നമുക്ക് വളരെയധികം ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചില അസുഖങ്ങൾ നേരത്തെ കൂട്ടി കണ്ടുപിടിക്കുക, കൃത്യമായ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുക, ചികിത്സാ വിധേയമാക്കുക. അതുകൊണ്ട് തന്നെ പ്രിഡിസ്പോസിങ് ഫാക്ടേഴ്സിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന ആപ്തവാക്യം നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിൽ ക്യാൻസർ സെൻ്ററുകളും ഡയാലിസിസ് സെൻ്ററുകളും നമുക്ക് കൂടുതലായിട്ട് ആവശ്യം ഉണ്ടാകുകയില്ല.